പ്രിയ വിദ്യാർത്ഥികളെ, ബേസിക് നഴ്സിംഗ് ആൻഡ് പാലിയേറ്റീവ് കെയർ കോഴ്സിൻ്റെ ഫൈനൽ ഇൻട്രാക്ഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് എന്ന മഹാമാരിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ പാഠഭാഗങ്ങളെല്ലാം തന്നെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും സംശയ നിവാരണ ക്ലാസ്സുകളിലൂടെയൊക്കെ ഭംഗിയായി പഠിച്ചു. ഇനി നമ്മൾ ഫൈനൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഈ വർഷത്തെ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ആശങ്ക കൂടാതെ എഴുതുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2 മാറ്റങ്ങളാണ് പരീക്ഷാ രീതിയിൽ വരുത്തിയിരിക്കുന്നത്. അതിൽ ഒന്ന്, എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രധാന പാഠഭാഗങ്ങൾ ഫോക്കസ് ഏരിയാസ് ആയിട്ട് നിർദ്ദേശിക്കുകയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ വരുത്തിയ മാറ്റങ്ങളുമാണ് ഈ 2 വ്യത്യാസങ്ങൾ. ഇനി ഫോക്കസ് ഏരിയാസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ, ഫോക്കസ് ഏരിയാസ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും പറഞ്ഞ് തന്നു കാണും. ആ ഫോക്കസ് ഏരിയാസ് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക. ഒരു 75% മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യുവാൻ സാധിക്കും. അതോടൊപ്പം നോൺ ഫോക്കസ് ഏരിയാസ് കൂടെ ഒന്ന് ഭംഗിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് നല്ല മാർക്ക് അതോടൊപ്പം സ്കോർ ചെയ്യുവാൻ സാധിക്കും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ വരുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മണക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബിജി സാർ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വർഷത്തെ നമ്മുടെ പൊതുപരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ മോഡ്യൂൾ 3, മോഡ്യൂൾ 4 എന്നീ പാർട്ടുകളുടെ പരീക്ഷയാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എ, പാർട്ട് ബി എന്നുണ്ടായിരുന്നു. അതിൽ പാർട്ട് എയിൽ മോഡ്യൂൾ 3യുടെ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ മോഡ്യൂൾ 4ന്റെ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ വർഷം അങ്ങനെ 2 പാർട്ടുകളില്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കഴിഞ്ഞ വർഷം 2 പാർട്ടുകളുമായിട്ട് 36 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം 45 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 1 മുതൽ 45 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇത് മാക്സിമം മാർക്സ് 80 മാർക്കാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഒക്കെ നേരത്തെ തന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഉൾപ്പെടെ 160 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 1 മുതൽ 45 വരെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 1 മുതൽ 8 ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 9 മുതൽ 16 വരെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 17 മുതൽ 29 വരെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 30 മുതൽ 33 വരെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 34 മുതൽ 38 വരെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 39 മുതൽ 45 വരെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. 45 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇതിൽ 1 മുതൽ 45 വരെ ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വേണം ആൻസർ ചെയ്യാനുള്ളത്. ഇതിൽ ഏത് ചോദ്യവും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ്. 80 മാർക്ക് കിട്ടത്തക്ക രീതിയിൽ ഏത് ചോദ്യം, 1 മുതൽ 45 വരെയുള്ള ഏത് ചോദ്യവും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് മൊഡ്യൂൾ 3ലെയും മൊഡ്യൂൾ 4ലെയും ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്നും ആ ഫോക്കസ് ഏരിയയെ വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും നോക്കാം. മൊഡ്യൂൾ 3ൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് പഠിക്കാനുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. അതിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് ആണ് നോമൻക്ലേച്ചർ, ഫോംസ് ഓഫ് മെഡിസിൻസ്, classification of medicines, abbreviations in common use, medication order, dosage, routes of medicine administration, safety measures, administration of oral medications. അതിൽ തന്നെ വരുന്ന സബ് യൂണിറ്റ് ആണ് ഇഞ്ചക്ഷൻ. അതിൽ നമ്മൾക്ക് വരുന്ന ഫോക്കസ് ഏരിയാസ് ടൈപ്സ് ഓഫ് ഇഞ്ചക്ഷൻ, ഡ്രഗ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് അഡ്മിനിസ്റ്റേർഡ്, സെലക്ഷൻ ഓഫ് എക്യുപ്മെന്റ്സ് ഫോർ ഇഞ്ചക്ഷൻ, ഫോംസ് ഓഫ് മെഡിക്കേഷൻസ് അവൈലബിൾ ഫോർ ഇഞ്ചക്ഷൻ. ഓക്കെ, ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇനി ആ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അന്നേരം 3rd മൊഡ്യൂളിലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ. അതിനകത്ത് വരുന്ന ഫോക്കസ് ഏരിയയിൽ ഫസ്റ്റ് വൺ നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചറിലെ നെയിംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജനറിക് നെയിമും ട്രേഡ് നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതേപോലെ ഫോംസ് ഓഫ് മെഡിസിൻ. ഫോംസ് ഓഫ് മെഡിസിനിൽ സോളിഡ് ഫോംസ് ഉണ്ട്, ലിക്വിഡ് ഫോംസ് ഉണ്ട്, അതർ ഫോംസ് ഉണ്ട്, ടോപ്പിക്കൽ മെഡിക്കേഷൻ്റെ ഫോംസ് ഉണ്ട്, ഫോംസ് ഫോർ ഇഞ്ചക്ഷനും ഉണ്ട്. ആ പോർഷനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്.
നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഡിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് മെഡിക്കേഷനിൽ നമ്മൾ 32 ക്ലാസിഫിക്കേഷൻസ് ഓഫ് മെഡിസിൻസ് പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അനാൽജസിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ആന്റിപൈററ്റിക്, അതേപോലെ ആന്റിബയോട്ടിക്സ്, ആന്റി എമിറ്റിക്, ഹീമോസ്റ്റാറ്റിക്. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നെക്സ്റ്റ് അബ്രിവേഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻസിന് സാധാരണയായി ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് മെഡിക്കേഷൻ ഓർഡറിൽ വരുന്നത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. കമ്പോണൻസ് ഓഫ് മെഡിക്കേഷൻ ഓർഡർ, അതേപോലെ ടൈപ്സ് ഓഫ് മെഡിക്കേഷൻ ഓർഡർ. നെക്സ്റ്റ് ഡോസേജിനകത്തും ഷോർട്ട് നോട്ട് ആണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് റൂട്ട്സ് ഓഫ് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ, അത് ലോങ് ആൻസർ ക്വസ്റ്റിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് സേഫ്റ്റി മെഷേഴ്സിൽ 7 റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ മെഷേഴ്സ് ഫോർ സേഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ പ്രൊസീജിയർ ആണ്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ, അതും ഇമ്പോർട്ടൻ്റ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓറൽ മെഡിക്കേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി അതിൽ തന്നെ വരുന്ന ഒരു സബ് യൂണിറ്റ് ആണ് ഇഞ്ചക്ഷൻസിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചക്ഷൻ ആണ്. ആ ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻ ഏതൊക്കെയാണെന്ന് എല്ലാ ടൈപ്സും നമ്മൾ പഠിച്ചിരിക്കണം. അതിനകത്ത് നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഡ്രഗ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് അഡ്മിനിസ്റ്റേർഡ്, അതേപോലെ സെലക്ഷൻ ഓഫ് എക്യുപ്മെന്റ്സ് ഫോർ ഇഞ്ചക്ഷന്റെ എക്യുപ്മെന്റ്സ്, അതിനകത്ത് ആ സിറിഞ്ചിന്റെ ഒക്കെ പാർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കും. അതേപോലെ ഫോംസ് ഓഫ് മെഡിക്കേഷൻസ് അവൈലബിൾ ഫോർ ഇഞ്ചക്ഷൻ, സൊല്യൂഷൻസും പൗഡർ ഫോമും വളരെ ഇമ്പോർട്ടന്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് യൂണിറ്റിനെ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 3-ലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ. അതിൽ വരുന്ന ഫോക്കസ് ഏരിയസ് ആണ് ഡെഫിനിഷൻ, ഇൻഡിക്കേഷൻസ് ഫോർ ഓക്സിജൻ തെറാപ്പി, മെത്തേഡ്സ് ഓഫ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ, കെയർ ഓഫ് ഓക്സിജൻ സിലിണ്ടർ, മാനേജ്മെന്റ് ഓഫ് ഹോം ഓക്സിജൻ തെറാപ്പി. രണ്ടാമത്തെ യൂണിറ്റ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഓഫ് ഓക്സിജൻ തെറാപ്പി, ഇൻഡിക്കേഷൻ ഓഫ് ഓക്സിജൻ തെറാപ്പി, അത് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം, ലിസ്റ്റ് ഡൗണും ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് മെത്തേഡ്സ് ഓഫ് ഓക്സിജൻ തെറാപ്പി, ഷോർട്ട് നോട്ടും ചോദിക്കാം, ലിസ്റ്റ് ഡൗണും ചോദിക്കാം. കെയർ ഓഫ് ഓക്സിജൻ സിലിണ്ടർ, ഷോർട്ട് നോട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാനേജ്മെന്റ് ഓഫ് ഹോം ഓക്സിജൻ തെറാപ്പി, അതും ഷോർട്ട് നോട്ടിന്റെ സൈഡിലായിട്ടാണ് ചോദിക്കുന്നത്. മൊഡ്യൂൾ 3-ലെ തേർഡ് യൂണിറ്റ് ആണ് കെയർ ഓഫ് വൂണ്ട്. അതിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് ആണ് ഡെഫിനിഷൻ ഓഫ് വൂണ്ട്, ടൈപ്സ് ഓഫ് വൂണ്ട്, വൂണ്ട് ഡ്രസ്സിംഗ്, കോംപ്ലിക്കേഷൻസ് ഓഫ് വൂണ്ട് ഹീലിംഗ്. അടുത്ത യൂണിറ്റ് ആണ് കെയർ ഓഫ് വൂണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഡെഫിനിഷൻ ഓഫ് വൂണ്ട്. ആ ഡെഫിനിഷൻ 1 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അതേപോലെ ടൈപ്സ് ഓഫ് വൂണ്ട്, ആ ടൈപ്സ് ഓഫ് വൂണ്ട് ഓരോ ടൈപ്പും 1 മാർക്ക് ക്വസ്റ്റ്യനും ചോദിക്കാം. അതേപോലെ അതിന്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം, ചിലപ്പോൾ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം. അതേപോലെ അതിന്റെ ഡെഫിനിഷനും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൂണ്ട് ഡ്രസ്സിംഗിന്റെ ടൈപ്സ് ഓഫ് വൂണ്ട് ഡ്രസ്സിംഗ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ പർപ്പസ് ഓഫ് വൂണ്ട് ഡ്രസ്സിംഗ് ഷോർട്ട് നോട്ടിന് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് കോംപ്ലിക്കേഷൻസ് ഓഫ് വൂണ്ട് ഹീലിംഗ്, അതും 1 by 1 ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ചോദിക്കാം. അതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനും 1 മാർക്ക് ക്വസ്റ്റ്യൻസിനും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ലോങ് ആൻസർ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 3-ലെ ഫോർത്ത് യൂണിറ്റ് ആണ് പാലിയേറ്റീവ് കെയർ. അതിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് ആണ് ഡെഫിനിഷൻ, കോമൺ കണ്ടീഷൻസ് റിക്വയറിംഗ് പാലിയേറ്റീവ് കെയർ, ഹോസ്പിസ് കെയർ, പെയിൻ മാനേജ്മെന്റ്, സിംറ്റം മാനേജ്മെന്റ്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡിസ്നിയ, നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഫംഗേറ്റിംഗ് വൂണ്ട്, ലിംഫോ എഡിമ. ഈ 4 ഡിസീസ് കണ്ടീഷന്റെ സിംറ്റമാറ്റിക് മാനേജ്മെന്റ് നമുക്ക് ഇതിലെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ജനറൽ കെയർ ഓഫ് പേഷ്യന്റ്, കെയർ അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ്, അതായത് ആക്റ്റീവ് ഡൈയിങ്. അടുത്ത യൂണിറ്റ് പാലിയേറ്റീവ് കെയർ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനകത്തുനിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഡെഫിനിഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ, കോമൺ കണ്ടീഷൻസ് റിക്വയറിംഗ് പാലിയേറ്റീവ് കെയർ, ഹോസ്പീസ് കെയർ, എൻഡ് ഓഫ് ലൈഫ് കെയർ എന്നാണെന്ന് അറിയാമല്ലോ. അത് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് പെയിൻ മാനേജ്മെന്റ്. പെയിൻ മാനേജ്മെന്റിൽ പെയിൻ സ്കെയിൽസ് ചോദിക്കാം. WHO അനാൽജസിക് ലാഡർ ഷോർട്ട് നോട്ട് ചോദിക്കുകയും ചെയ്യാം. അത് ചിലപ്പോൾ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് കോമൺ ഡ്രഗ്സ് ഇൻ ദി അനാൽജസിക് ലാഡർ. നെക്സ്റ്റ് ഈസ് സിംറ്റം മാനേജ്മെന്റ്. അതിൻ്റെ അകത്ത് ഡിസ്നിയ, നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഫംഗേറ്റിംഗ് വൂണ്ട്, ലിംഫെഡിമ, ഇത് 4ഉമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. ഇത് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാം. അടുത്തത് ജനറൽ കെയർ ഓഫ് ദ പേഷ്യന്റ്, അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്.
അടുത്തത് കെയർ ഓഫ് എൻഡ് ഓഫ് ലൈഫ്, അതിനകത്ത് വരുന്നതാണ് ഡെഡ് ബോഡി കെയർ, സിംറ്റംസ് ഓഫ് ദ ക്ലിനിക്കൽ ഡെത്ത്. പിന്നെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് ഫില്ലപ്പ് ദ ബ്ലാങ്ക്സും ചോദിക്കാം, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ഡെത്ത് റാറ്റിൽ റൈഗർ മോട്ടിസ്, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ചോദിക്കാം. മൊഡ്യൂൾ 3-ലെ 5-ാമത്തെ യൂണിറ്റ് ആണ് ജീറിയാട്രിക് കെയർ. അതിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് ആണ് കൺസെപ്റ്റ് ഓഫ് ഓൾഡ് ഏജ് ആൻഡ് റിലേറ്റഡ് ടേംസ്, ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ദ ഏജ്ഡ്, പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എൽഡർലി ആൻഡ് എൽഡർലി അബ്യൂസ്. അടുത്ത യൂണിറ്റ് ആണ് ജീറിയാട്രിക് കെയർ. ജീറിയാട്രിക് കെയറിൽ വരുന്നത് കൺസെപ്റ്റ് ഓഫ് ഓൾഡ് ഏജ് ആൻഡ് റിലേറ്റഡ് ടേംസ്. ആ ടേംസ് 3 ഇമ്പോർട്ടന്റ് ആണ്, അതായത് ഏജിങ്, ജീറിയന്റോളജി, ജീറിയാട്രിക് കെയർ. ഈ 3 ടേംസ് ഭംഗിയായിട്ട് പഠിക്കുക. അടുത്തത് ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ദ ഏജ്ഡ് ആണ്, അത് ഷോർട്ട് നോട്ടിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് പ്രിവെൻഷൻ ഓഫ് ആക്സിഡന്റ് ഇൻ എൽഡർലി, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഭംഗിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് എൽഡർലി അബ്യൂസ്. എൽഡർലി അബ്യൂസ് ഷോർട്ട് നോട്ടിന് ചോദിക്കാവുന്നതാണ്, അതിന്റെ ഇൻഡിക്കേഷൻസ് സെപ്പറേറ്റ് ചോദിക്കും. അതേപോലെ പ്രിവെൻഷൻ ഓഫ് എൽഡർലി അബ്യൂസും സെപ്പറേറ്റ് ഷോർട്ട് നോട്ടിന് ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 3-ലെ 6th യൂണിറ്റ് ആണ് കെയർ ഓഫ് അൺകോൺഷ്യസ്. അതിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് ആണ് അൺകോൺഷ്യസ്നെസ്, കോസസ് ഓഫ് അൺകോൺഷ്യസ്നെസ്, കെയർ ഓഫ് ആൻ അൺകോൺഷ്യസ് പേഷ്യന്റ്. മൊഡ്യൂൾ 3-ലെ 7th യൂണിറ്റ് ആണ് കെയർ ഓഫ് ക്ലയന്റ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അതിൽ ഒത്തിരിയും സ്പെഷ്യൽ നീഡ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പക്ഷെ നമ്മൾക്കിവിടെ ഫോക്കസ് ഏരിയയിൽ ഒരെണ്ണം മാത്രം പഠിക്കാനേ ഉള്ളൂ, ഡിമെൻഷ്യ. നമുക്ക് അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് കെയർ ഓഫ് അൺകോൺഷ്യസ്നെസ് ആണ്. അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡിഫൈൻ അൺകോൺഷ്യസ്നെസ്, കോസസ് ഓഫ് അൺകോൺഷ്യസ്നെസ്, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അതിനകത്തെ 3 പാരാമീറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് കെയർ ഓഫ് അൺകോൺഷ്യസ്നെസ്. ഇനിയും അടുത്ത യൂണിറ്റ് എന്ന് പറയുന്നത് കെയർ ഓഫ് ക്ലയന്റ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. അതിനകത്ത് നമുക്ക് ആകെ ഒരു ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ, ഡിമെൻഷ്യ. അതിന്റെ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. മൊഡ്യൂൾ 3-ലെ ഫോക്കസ് ഏരിയാസും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമ്മൾക്ക് മൊഡ്യൂൾ 4-ഉം അതിലെ ഫോക്കസ് ഏരിയാസും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും പോയിന്റ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇനി മൊഡ്യൂൾ 4-ൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. കമ്മ്യൂണിറ്റി ഹെൽത്തിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. മൊഡ്യൂൾ 4-ലെ 2nd യൂണിറ്റ് ആണ് ഹൈജീൻ. അതിൽ നമുക്ക് പേഴ്സണൽ ഹൈജീനും എൻവയോൺമെന്റൽ ഹൈജീനും പഠിക്കാനുണ്ട്. പേഴ്സണൽ ഹൈജീനിൽ വരുന്ന ഫോക്കസ് ഏരിയ ആണ് ഡെഫിനിഷൻ ഓഫ് ഹൈജീൻ, കെയർ ഓഫ് സ്കിൻ ആൻഡ് ഹെയർ, കെയർ ഓഫ് ടീത്ത്, മെൻസ്ട്രുവൽ ഹൈജീൻ. അതേപോലെ എൻവയോൺമെന്റൽ ഹൈജീനിൽ വാട്ടർ. നമുക്ക് 4th മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആണ്. അതിൻ്റെ അകത്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഡിഫൈൻ ഹെൽത്ത്, ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. ആ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫോക്കസ് ഏരിയ, അത് മസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈജീൻ. അതിനകത്ത് ഫോക്കസ് ഏരിയ കെയർ ഓഫ് സ്കിൻ ആൻഡ് ഹെയർ, കെയർ ഓഫ് ടീത്ത്, മെൻസ്ട്രുവൽ ഹൈജീൻ. ഇത് 3ഉം ഷോർട്ട് നോട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വാട്ടർ ആണ്. വാട്ടറിന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സേഫ് ആൻഡ് ഹോൾസം വാട്ടർ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഓൺ ലാർജ് സ്കെയിൽ ഷോർട്ട് നോട്ട് ചോദിക്കാം. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഓൺ സ്മോൾ സ്കെയിലും ഷോർട്ട് നോട്ട് ചോദിക്കാം. സ്മോൾ സ്കെയിലിനകത്ത് വീണ്ടും വരുന്നത് റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ വരും, ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ വരും. നെക്സ്റ്റ് സാനിറ്ററി വെല്ലാണ്. ഡിഫൈൻ സാനിറ്ററി വെൽ ചോദിക്കാം. ക്രൈറ്റീരിയ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സാനിറ്ററി വെൽ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് നോട്ടീസ് ഓൺ ക്ലോറിനേഷൻ ഓഫ് വെല്ലാണ് അടുത്ത ക്വസ്റ്റ്യൻ, അതും ഇമ്പോർട്ടന്റ് ആണ്. മൊഡ്യൂൾ 4-ലെ 3rd യൂണിറ്റ് ആണ് ന്യൂട്രീഷൻ. അതിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് ആണ് ഡെഫിനിഷൻ ഓഫ് ന്യൂട്രീഷൻ, ഫങ്ഷൻസ് ഓഫ് ഫുഡ്, കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ്. 4th മൊഡ്യൂളിലെ നമ്മുടെ അടുത്ത യൂണിറ്റ് ആണ് ന്യൂട്രീഷൻ. ന്യൂട്രീഷനകത്ത് ഒത്തിരിയും 1 വേർഡ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസേഴ്സും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് ന്യൂട്രീഷന്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞാൽ ഷോർട്ട് നോട്ടിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് ഫുഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ്, ഫുഡിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ്, ആ ഘടകങ്ങളിനകത്തെല്ലാം വരുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. ഇതിനെല്ലാം ബേസ് ചെയ്ത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാവുന്ന ഒരു പോർഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡ്. അതേപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസസ്,
ആ വൈറ്റമിൻസ് ആൻഡ് മിനറൽസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി ഡിസീസസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ടറിന്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് അതിനെ ബേസ് ചെയ്ത് ബാലൻസ്ഡ് ഡയറ്റ്. ആ ബാലൻസ്ഡ് ഡയറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ചോദിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് ചോദിക്കാം, ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ന്യൂട്രീഷൻ. ഭംഗിയായിട്ട് പഠിക്കുക. മൊഡ്യൂൾ 4-ലെ 4th യൂണിറ്റ് ആണ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമുക്ക് ബാക്ടീരിയലും വൈറലുമാണ് പഠിക്കാനുള്ളത്. അത് ബാക്ടീരിയൽ ഡിസീസിൽ നമുക്ക് 3 പഠിക്കാനുണ്ട്. ട്യൂബർകുലോസിസ്, ലെപ്റ്റോസ്പൈറോസിസ് ആൻഡ് കോളറ. വൈറൽ ഡിസീസ് കണ്ടീഷൻ നമുക്ക് 4 പഠിക്കാനുള്ളത്. ചിക്കൻ പോക്സ്, പോളിയോമൈലൈറ്റിസ്, ഡെങ്കു ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നമുക്ക് 3 പഠിക്കാനുണ്ട്. ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ, ഡയബറ്റിസ്, മെലൈറ്റിസ്. 4th മൊഡ്യൂളിലെ നമ്മുടെ അടുത്ത യൂണിറ്റ് ആണ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതിനകത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ നമുക്ക് ബാക്ടീരിയൽ ഡിസീസസ് 3 പഠിക്കാനുണ്ട്. അതേപോലെ വൈറൽ ഡിസീസസ് 4 പഠിക്കാനുണ്ട്. ബാക്ടീരിയൽ ഡിസീസസിൽ 3 ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്യൂബർകുലോസിസ്, ലെപ്റ്റോസ്പൈറോസിസ്, കോളറ. ഈ 3 ഡിസീസ് കണ്ടീഷനിൽ ഏജന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ട്യൂബർകുലോസിസിനെ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഡോട്ട് പ്രോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചിരിക്കണം. ഡോട്ട് പ്രോഗ്രാം എന്താണെന്നും അറിഞ്ഞിരിക്കണം. അതേപോലെ വേൾഡ് TB ഡേ എന്നാണ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ട്യൂബർക്കുലിൻ ടെസ്റ്റ് അല്ലെങ്കിൽ മോണ്ടോക്സ് ടെസ്റ്റ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെപ്റ്റോസ്പൈറോസിസിനെ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ കോസേറ്റീവ് ഏജന്റിന്റെ പേര് ചോദിക്കാം, ഭംഗിയായിട്ട് പഠിക്കുക. അതേപോലെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. നെക്സ്റ്റ് കോളറയിലും ഏജന്റിന്റെ പേര് പഠിക്കുക. അതേപോലെ കോളറയുടെ ടിപ്പിക്കൽ സൈൻ റൈസ് വാട്ടർ സ്റ്റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അന്നേരം 3 ഡിസീസ് കണ്ടീഷനിൽ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഇനി വൈറൽ ഡിസീസസ് നമുക്ക് പഠിക്കാനുള്ള 4 ചിക്കൻ പോക്സ്, പോളിയോമൈലൈറ്റിസ്, ഡെങ്കു ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ. ഈ 3 വൈറൽ ഡിസീസ് കണ്ടീഷന്റെ കോസേറ്റീവ് ഏജന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ചിക്കൻ പോക്സിനെ ബേസ് ചെയ്ത് വരുന്നതാണ് വെസിക്കുലർ റാഷ്. 1 വേർഡിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അത് ഭംഗിയായിട്ട് ഓർത്തിരുന്ന് പഠിക്കുക. നെക്സ്റ്റ് ചിക്കൻ പോക്സിന്റെ മാനേജ്മെന്റ് പോർഷൻ. അതേപോലെ പോളിയോമൈലൈറ്റിസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസും അതിന്റെ മാനേജ്മെന്റ് പോർഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെങ്കു ഫീവറിന്റെ വേറൊരു പേര്, അതർ നെയിം ഇമ്പോർട്ടന്റ് ആണ്, അതായത് ബ്രെഡ് ബോൺ ഫീവർ, അത് ഓർത്തിരിക്കുക. അതേപോലെ ചിക്കൻ ഗുനിയ, ക്രിപ്ലിംഗ് ആർത്രൈറ്റിക് ഡിസീസ്. ഈ ഡിസീസ് കണ്ടീഷൻസിന്റെ എല്ലാം മാനേജ്മെന്റ് പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ നമ്മുടെ കോവിഡ് ഡിസീസ് കണ്ടീഷൻ നമ്മുടെ കറണ്ട് സിനാരിയോയിൽ അഫക്ട് ചെയ്യുന്ന ഡിസീസ് ആണ്. അതുകൊണ്ട് കോമൺ ആയിട്ട് വൈറൽ ഡിസീസിന്റെ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് കൺട്രോൾ പോർഷൻ ഭംഗിയായിട്ട് പഠിച്ചിരിക്കുക. ഇനി നമ്മൾക്ക് അതിനെ ബേസ് ചെയ്ത് അടുത്ത യൂണിറ്റ് വരുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് നമുക്ക് പറയാം. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് പഠിക്കാനുള്ള 3 പോർഷൻസ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഹൈപ്പർ ടെൻഷൻ, സെക്കൻഡ് വൺ ക്യാൻസർ, തേർഡ് വൺ ഡയബറ്റിക് മെലൈറ്റിസ്. ഹൈപ്പർ ടെൻഷനകത്തും അതിന്റെ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റും റിസ്ക് ഫാക്ടേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കുക. ക്യാൻസറിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ക്യാൻസറിന്റെ വാർണിംഗ് സിഗ്നൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് മസ്റ്റ് ആയിട്ട് ചോദിക്കും. ചാർട്ട് വരച്ചെഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ ക്യാൻസർ വാർണിംഗ് സിഗ്നൽ ചോദിച്ചിരിക്കും, അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. അതേപോലെ ക്യാൻസറിന്റെ മാനേജ്മെന്റ് പോർഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ഡയബറ്റിക് മെലൈറ്റിസ്. ആ ഡയബറ്റിക് മെലൈറ്റിസ് എന്താണെന്നും അതിന്റെ സയൻസ് ആൻഡ് സിംറ്റം, ആ 3 P's പറഞ്ഞതാണ്, അത് 3 ഓർത്തിരിക്കുക. അതേപോലെ മാനേജ്മെന്റ് പോർഷൻ, അതിനകത്ത് ആ 4 മാനേജ്മെന്റ്, ഡയറ്റ്, ന്യൂട്രീഷൻ, ഫുഡ് കെയർ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അതെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ വേൾഡ് ഡേയ്സ്, അതായത് വേൾഡ് ക്യാൻസർ ഡേ എന്നാണ്, അത് ഓർത്തിരിക്കുക. അതേപോലെ വേൾഡ് ഡയബറ്റിക് ഡേ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ പോർഷനെ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഭംഗിയായിട്ട് പഠിക്കുക. 4th മൊഡ്യൂളിലെ 5th യൂണിറ്റ് ആണ് അടുത്തത്, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. അതിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് ആണ് ആന്റിനേറ്റൽ കെയർ, പോസ്റ്റ്നേറ്റൽ കെയർ, ബ്രസ്റ്റ് ഫീഡിംഗ്, ഇമ്മ്യൂണൈസേഷൻ. അടുത്ത യൂണിറ്റ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ആണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കെയർ ഓഫ് ആന്റിനേറ്റൽ കെയർ, കെയർ ഓഫ് പോസ്റ്റ്നേറ്റൽ കെയർ, കാൽക്കുലേഷൻ ഓഫ് ഇഡിഡിയുടെ എക്സ്പാൻഡഡ് ഫോമും പഠിക്കണം. പ്യൂർപേറിയം, ലോക്കിയ, കുറെ ഇമ്പോർട്ടന്റ് വേർഡ്സ് ഉണ്ട് പോസ്റ്റ്നേറ്റൽ കെയറിൽ. നെക്സ്റ്റ് വൺ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് പോസ്റ്റർ പ്രിപ്പറേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രോബ്ലംസ് ഇൻ ബ്രസ്റ്റ് ഫീഡിംഗ്. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു വാക്കാണ് കൊളസ്ട്രോൾ.
നെക്സ്റ്റ് വൺ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളാണ്. അതിന്റെ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനും ചോദിക്കാറുണ്ട്. ഫോർത്ത് മൊഡ്യൂളിൽ 6th യൂണിറ്റ് ആണ് അഡോളസൻസ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. അതിൽ ഫിസിക്കൽ പ്രോബ്ലംസ്, ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ആൻഡ് സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ്. ഫോർത്ത് മൊഡ്യൂളിൽ നമ്മുടെ അടുത്ത യൂണിറ്റ് ആണ് അഡോളസൻസ്. അഡോളസൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. അതിൽ വരുന്നത് ഫിസിക്കൽ പ്രോബ്ലംസ്, ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ആൻഡ് സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ്. എന്നാൽ ഈ 3 പ്രോബ്ലംസ് കൂടെ ചേർത്ത് വേണം എഴുതാൻ. ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 3 പ്രോബ്ലംസ് കൂടെ ആഡ് ചെയ്ത് എഴുതുക. ഓരോന്ന് സെപ്പറേറ്റ് ഷോർട്ട് നോട്ട് ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എഴുതുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതായത് ബോത്ത് ബോയ്സിന്റെയും ഗേൾസിന്റെയും ബോഡിയിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതേപോലെ ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, അതിനകത്ത് വരുന്നത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അതായത് അനറക്സിയ നെർവോസ, അനറക്സിയ ബുളിമിയ, അതുകൊണ്ട് ഇതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. മൊഡ്യൂൾ 4ലെ 7th യൂണിറ്റ് ആണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. അതിൽ ഒത്തിരിയും പ്രോഗ്രാംസ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതിൽ ഫോക്കസ് ഏരിയയിൽ നമ്മൾക്ക് ഒരു പ്രോഗ്രാം മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. അടുത്ത യൂണിറ്റ് ആണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരിയും ഹെൽത്ത് പ്രോഗ്രാംസ് കിടപ്പുണ്ട്. അതിൽ നമ്മൾക്ക് ഒരു പ്രോഗ്രാം മാത്രമേ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളൂ. നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. അതിനകത്ത് വരുന്ന 5 പ്രോഗ്രാംസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് ചേർത്ത് വേണം പഠിക്കാൻ. അത് നാഷണൽ ആന്റി മലേറിയ പ്രോഗ്രാം, കാലാസ കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം, ഡെങ്കു ആൻഡ് ഡെങ്കു ഹെമറേജിക് ഫീവർ. ഈ പ്രോഗ്രാംസ് ഇത്രയും കൂടെ ചേർന്നാണ് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം വരുന്നത്. അതിനകത്തുനിന്ന് ഈ ഒരു പ്രോഗ്രാം മാത്രമേ ഉള്ളത് കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോക്കസ് ഏരിയയിലുള്ളത് കൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി 4th മൊഡ്യൂളിലെ 8th യൂണിറ്റ് ആണ് ഹെൽത്ത് കെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. അതിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് ആണ് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ, പ്രൈമറി ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അതായത് ICDS, ഇന്റർനാഷണൽ ഹെൽത്ത് ഏജൻസീസ്. അതിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ളൂ, WHO. നെക്സ്റ്റ് യൂണിറ്റ് ഹെൽത്ത് കെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ 3 ലെവൽസിലുണ്ട്. അടുത്തത് പ്രൈമറി ഹെൽത്ത് കെയർ, അതിന്റെ ഡെഫിനിഷൻ, എലമെന്റ്സ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് ഷോർട്ട് നോട്ടിനും ചോദിക്കാം, 5 മാർക്ക് ക്വസ്റ്റ്യൻസിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത് ചോദിക്കുന്ന സാധ്യതയുള്ള 2 ഷോർട്ട് നോട്ടാണ് ICDS, WHO. ഇതിന്റെ 2ന്റെ എക്സ്പാൻഡഡ് ഫോമും പഠിച്ചിരിക്കണം. 4th മൊഡ്യൂളിലെ 9th യൂണിറ്റ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതിൽ വരുന്ന ഫോക്കസ് ഏരിയാസ് ആണ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, കണ്ടന്റ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, സെറ്റിംഗ്സ് ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ, മെത്തേഡ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. 4th മൊഡ്യൂളിലെ നമ്മുടെ അടുത്ത യൂണിറ്റ് ആണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനകത്ത് വരുന്ന മെയിൻ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ കണ്ടന്റ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ 8 പോയിന്റ്സ് ഉണ്ട്. അത് പോയിന്റ് ബൈ പോയിന്റ് ഭംഗിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് സെറ്റിംഗ്സ് ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ 4 സെറ്റിംഗ്സ് ഉണ്ട്. അതും ടെക്സ്റ്റ് ബുക്കിൽ ഭംഗിയായിട്ട് കിടപ്പുണ്ട്. അത് ഭംഗിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് 1-way മെത്തേഡും 2-way മെത്തേഡ്, അതായത് ഡിഡാക്റ്റിക് മെത്തേഡ്, സോക്രറ്റിക് മെത്തേഡ്, AVAs, ഇത്രയും പോർഷൻസ് ഭംഗിയായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. 4th മൊഡ്യൂളിലെ 10th യൂണിറ്റ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ മാത്രമാണ് നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. നമ്മുടെ 4th മൊഡ്യൂളിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അതിന്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കുക, ഡെഫിനിഷൻ ഓഫ് ഡിസാസ്റ്റർ. അത് കഴിഞ്ഞ് വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ. അതിനകത്ത് 4 സ്റ്റേജസ് ആണുള്ളത്. ആ 4 സ്റ്റേജസ് അതിൽ പടം സൈക്കിൾ പിക്ചറിൽ നിങ്ങളുടെ ബുക്കിൽ കിടപ്പുണ്ട്. ഓൺലൈൻ വീഡിയോയിലും എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഭംഗിയായിട്ട് പഠിക്കുക. അതിനകത്ത് പഠിക്കുമ്പോൾ ട്രയാജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ഫൈനൽ ഇന്ററാക്ഷൻ വീഡിയോയിലൂടെ നമ്മളുടെ 3rd മൊഡ്യൂളിലെയും 4th മൊഡ്യൂളിനെയും ബേസ് ചെയ്ത് വരുന്ന ഫോക്കസ് ഏരിയാസും അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വർഷം ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെയൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞത്. ഈ ഒരു വീഡിയോ എല്ലാ കുഞ്ഞുങ്ങളും ഭംഗിയായിട്ട് കേട്ടിരിക്കണം. ഇതിൽ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയാണ് മാർക്കിംഗ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വേണം എക്സാം ഹാളിൽ പോയിരുന്നു പബ്ലിക് എക്സാം എഴുതാൻ. അന്നേരം എല്ലാ കുഞ്ഞുങ്ങൾക്കും പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ബൈ.